നമസ്കാരം, ADV ന്യൂസിലേക്ക് സ്വാഗതം. സാമൂഹ്യ വിരുദ്ധർക്കും മാലിന്യ നിക്ഷേപകർക്കുമായി ഒരു ബസ് സ്റ്റാൻഡ്. മടത്തറ ബസ് സ്റ്റാൻഡാണ് അധികൃതരുടെ അനാസ്ഥ മൂലം നശിക്കുന്നത്. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. സാമൂഹ്യ വിരുദ്ധർക്കും മാലിന്യ നിക്ഷേപകർക്കുമായി ഒരു ബസ് സ്റ്റാൻഡ്. മടത്തറ ബസ് സ്റ്റാൻഡാണ് അധികൃതരുടെ അനാസ്ഥ മൂലം നശിക്കുന്നത്. തിരക്കേറിയ കടക്കൽ നിലമേൽ പാതയിൽ സൂചനാ ബോർഡുകളില്ല. സൂചനാ ബോർഡുകളില്ലാത്തത് സഞ്ചാരികളെ. ഏരൂർ ഗ്രാമപഞ്ചായത്ത് കരിമ്പിൻകോണം 13-ാം വാർഡ് ഗ്രാമസഭ സംഘടിപ്പിച്ചു. വികസന പ്രവർത്തനങ്ങളിൽ പോരായ്മയുണ്ടെന്ന് ആരോപിച്ച് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്ത്. മടത്തറ നെടുമങ്ങാട് പാതയിൽ യാത്ര ദുഷ്കരമാകുന്നു. ഗട്ടറുകളും വലിയ കുഴികളും റോഡിൽ രൂപപ്പെട്ടതിനെ തുടർന്ന് യാത്രക്കാർ ദുരിതത്തിൽ. കുളത്തൂപ്പുഴ ചിതറപ്പാതയിൽ ശിവൻമുക്കിന് സമീപം പൈപ്പ് പൊട്ടൽ വ്യാപകമാകുന്നു. വാട്ടർ അതോറിറ്റി അധികൃതർ തിരിഞ്ഞു നോക്കാറില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. വാർത്തകൾ വിശദമായി. ഏരൂർ ഗ്രാമപഞ്ചായത്ത് കരിമ്പിൻകോണം 13-ാം വാർഡ് ഗ്രാമസഭ സംഘടിപ്പിച്ചു. വികസന പ്രവർത്തനങ്ങളിൽ പോരായ്മയുണ്ടെന്നാരോപിച്ച് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തി. ശനിയാഴ്ചയാണ് ഏരൂർ ഗ്രാമപഞ്ചായത്ത് 13-ാം വാർഡ് ഗ്രാമസഭ കരിമ്പിൻകോണം അങ്കണവാടിയിൽ വെച്ച് നടന്നത്. നമ്മുടെ ഗ്രാമസഭ വ്യക്തിഗത ആനുകൂല്യങ്ങൾ നൽകുന്ന പ്രോജക്റ്റുകൾ ഉൾപ്പെടെയുള്ള ഗ്രാമസഭയാണ് നടത്തുന്നത്. വാർഡ് മെമ്പർ ആർദ്ര, ഏരൂർ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സന്തോഷ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ബാലചന്ദ്രൻ, അജിത് തുടങ്ങിയവർ നേതൃത്വം നൽകി. പക്ഷേ വികസനകാര്യ പ്രവർത്തനങ്ങളിൽ പോരായ്മയുണ്ടെന്നും ഗ്രാമസഭയിൽ പങ്കെടുക്കാൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റോ സെക്രട്ടറിയോ എത്തിയില്ലെന്നും ആരോപിച്ച് ഗ്രാമസഭയിൽ പങ്കെടുക്കാൻ എത്തിയവർ പ്രതിഷേധിച്ചു. 13-ാം വാർഡിലെ ഗ്രാമസഭ രാവിലെ 10 മണിക്ക് തുടങ്ങുമെന്നും പറഞ്ഞുകൊണ്ടാണ് 10:30 തുടങ്ങുമെന്നും പറഞ്ഞുകൊണ്ടാണ് ഞങ്ങളൊക്കെ ഇവിടെ ഇരുന്നത്. ഇപ്പം മണി 11:15 കഴിഞ്ഞ് ഇതുവരെ ഗ്രാമസഭയിൽ ഉത്തരവാദിത്തപ്പെട്ട ആരും ഇതുവരെ എത്തിയിട്ടില്ല. ഞങ്ങൾ അംഗങ്ങളെല്ലാം ഇവിടെ വന്നിരിക്കുവാണ്. ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം. അതാണ് നമുക്ക് വേണ്ടത്. മെമ്പർ ആണെങ്കിൽ ഏതാണ്ട് ഒരു 3 വർഷത്തോളമായി. 3 വർഷത്തോളമായി മെമ്പർ ഈ വാർഡ് ഞങ്ങൾ കാണാറില്ല, ഇവിടെ വരാറില്ല. ഈ വാർഡിൽ താമസിക്കുന്നതാണ് മെമ്പർ, ഇവിടെ വരാറില്ല. മെമ്പറുടെ അടുത്ത് ചോദിക്കുമ്പോൾ മെമ്പർ പറയുന്നത് ഞങ്ങളെല്ലാ ചാർജും അടുത്ത വാർഡില്ല 14-ാം വാർഡിലെ മെമ്പറെ ഏൽപ്പിച്ചിരിക്കുകയാണെന്ന് പറയുന്നത്. അത് ഞങ്ങൾക്കറിയത്തില്ല. പഞ്ചായത്തിൽ ചെന്ന് സെക്രട്ടറിയോട് കാര്യമായിട്ട് ചെന്നപ്പോൾ സെക്രട്ടറി പറയുന്നത് മെമ്പർ എടുത്ത് പറയും മെമ്പറെ കാണുന്നില്ല. മെമ്പർ ഇല്ലയോ എന്നാണ് സെക്രട്ടറി ചോദിക്കുന്നത്. പഞ്ചായത്ത് സെക്രട്ടറി പോലും ഞങ്ങളിത് ചോദിക്കുന്നത് മെമ്പർ ഇല്ലയോ എന്നാണ്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. സാമൂഹ്യ വിരുദ്ധർക്കും മാലിന്യ നിക്ഷേപകർക്കുമായി ഒരു ബസ് സ്റ്റാൻഡ്. മടത്തറ ബസ് സ്റ്റാൻഡാണ് അധികൃതരുടെ അനാസ്ഥ മൂലം നശിക്കുന്നത്. മടത്തറ നിവാസികളുടെ സ്വപ്നമായിരുന്ന ബസ് സ്റ്റാൻഡ് സ്വപ്ന പൂർത്തീകരണത്തിനായി ജില്ലാ പഞ്ചായത്തിൻ്റെ സ്റ്റേഡിയം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനായി വിട്ടു നൽകി. ലക്ഷങ്ങൾ ചിലവഴിച്ച് നിർമ്മാണങ്ങളും ആരംഭിച്ചു. എങ്കിലും പതിറ്റാണ്ട് പിന്നിടുമ്പോഴും പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ പ്രവർത്തനം സജ്ജമാക്കാൻ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല. പണി പൂർത്തിയാക്കാത്ത പതിറ്റാണ്ട് പിന്നിട്ട ബസ് സ്റ്റാൻഡിലെ ഷോപ്പിംഗ് കോംപ്ലക്സ് ഏത് സമയവും നിലംപതിക്കാമെന്ന അവസ്ഥയിലുമാണ്. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലെത്തുന്ന യാത്രികർക്കായി നിർമ്മിച്ച ശൗചാലയങ്ങളുടെ അവസ്ഥ ദയനീയമാണ്. സാമൂഹ്യ വിരുദ്ധർ കുത്തിപ്പൊളിച്ച കതകുകളും അകത്ത് മാലിന്യങ്ങളും നിറഞ്ഞതാണ് ഇവിടുത്തെ ശൗചാലയങ്ങൾ. ഷോപ്പിംഗ് കോംപ്ലക്സിലെ മുറികളിൽ മദ്യക്കുപ്പികളും പ്ലാസ്റ്റിക് കുപ്പികളും നിറഞ്ഞിരിക്കുകയാണ്. രാത്രികാലങ്ങളിൽ സാമൂഹ്യ വിരുദ്ധ ശല്യം ഇവിടെ രൂക്ഷമാണ്. ബസ് സ്റ്റാൻഡ് പണിയാൻ ലക്ഷങ്ങൾ ചിലവായെങ്കിലും മദ്യപന്മാർക്ക് സൗജന്യമായി മദ്യപിക്കാൻ ഇടം ലഭിച്ചിരിക്കുകയാണ് മടത്തറ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ. മടത്തറ ജംഗ്ഷനിൽ നിന്നും ബസ് സ്റ്റാൻഡിലേക്കുള്ള റോഡും തകർന്ന് തരിപ്പണമായ നിലയിലാണ്. ടാറിളകി മെറ്റൽ കല്ലുകൾ പുറത്തു വന്ന വഴിയിലൂടെ കാൽനട പോലും ദുസ്സഹമാണ്. അധികൃതർ തിരിഞ്ഞു നോക്കാത്ത മടത്തറ ബസ് സ്റ്റാൻഡിൽ മാലിന്യങ്ങൾ നിക്ഷേപിക്കാനുള്ള ഇടമായാണ് ചിലർ ഉപയോഗിക്കുന്നത്. മാലിന്യങ്ങൾ പലയിടത്തും കുന്നുകൂടി കിടക്കുന്നു. ജനങ്ങളുടെ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ ലക്ഷങ്ങൾ ചിലവഴിച്ചിട്ടും സ്വപ്നമായി തന്നെ തുടരുന്ന അവസ്ഥയാണ് മടത്തറ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനുള്ളത്. ന്യൂസ് ബ്യൂറോ, കടക്കൽ. തിരക്കേറിയ കടക്കൽ നിലമേൽ പാതയിൽ സൂചനാ ബോർഡുകൾ നാമമാത്രമാണുള്ളത്. സൂചനാ ബോർഡുകളില്ലാത്തത് സഞ്ചാരികളെ വലയ്ക്കുന്നു. കടക്കൽ നിലമേൽ പാതയിൽ ദിനം തോറും അനേകം വാഹനങ്ങളാണ് കടന്നു പോകുന്നത്. തിരക്കേറിയ പാതയിൽ നിരവധി വളവുകളുമുണ്ട്. PWD റോഡിൻ്റെ സൂചനാ ബോർഡുകൾ പക്ഷേ നാമമാത്രമാണ്. മിക്കയിടങ്ങളിലും സൂചനാ ബോർഡുകളില്ല. സൂചനാ ബോർഡുകൾ ഇല്ലാത്തതിനാൽ സ്ഥലപരിചയമില്ലാത്തവർ അപകടങ്ങളിൽപ്പെടുന്നത് ഇവിടെ നിത്യസംഭവമാണ്. സൂചനാ ബോർഡുകൾ സ്ഥാപിക്കാൻ മുൻകൈയെടുക്കേണ്ട PWD അധികൃതർ ഇതൊന്നും കണ്ടില്ലെന്ന മട്ടാണ്. കടക്കലിൽ നിന്നും തിരുവനന്തപുരം ഭാഗത്തേക്ക് പോകുന്ന പാത കൂടിയാണിത്. വാഹനാപകടങ്ങളുടെ എണ്ണം വലിയ തോതിൽ കുറയ്ക്കാൻ സൂചനാ ബോർഡുകൾ സ്ഥാപിക്കുന്നതിലൂടെ കഴിയും.
എന്നാൽ ദിനംതോറും ഉണ്ടാകുന്ന വാഹനാപകടങ്ങൾക്ക് പരിഹാരം എന്ന നിലയിൽ സൂചനാ ബോർഡുകൾ സ്ഥാപിക്കാൻ അധികൃതർ തയ്യാറായിട്ടില്ല. തിരക്കേറിയ കടക്കൽ നിലമേൽ പാതയിൽ യാത്രികർക്ക് ആശ്വാസമായി PWD സൂചനാ ബോർഡുകൾ സ്ഥാപിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇതുവഴി കടന്നു പോകുന്നവർ. ന്യൂസ് ബ്യൂറോ, കടക്കൽ. KSKTU ഐരനെല്ലൂർ വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭൂരഹിതരുടെയും ഭവനരഹിതരുടെയും കൺവെൻഷൻ വിളക്കുപാറയിൽ സംഘടിപ്പിച്ചു. KSKTU ഐരനെല്ലൂർ വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭൂരഹിതരുടെയും ഭവനരഹിതരുടെയും കൺവെൻഷൻ സംഘടിപ്പിച്ചു. ശനിയാഴ്ച വൈകിട്ട് വിളക്കുപാറയിലാണ് പരിപാടി നടന്നത്. KSKTU സംസ്ഥാന കമ്മിറ്റി അംഗം വിശ്വസേനൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. തയ്യാറാക്കി ഇന്ത്യൻ പ്രസിഡന്റിന് അയച്ചു കൊടുത്തു. അതിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളത്, അന്നത്തെ സാഹചര്യത്തിൽ ഒരു കുടുംബത്തിന് പരമാവധി 15 ഏക്കർ ഭൂമിയും ഒരു വ്യക്തിക്ക് പരമാവധി 5 ഏക്കർ ഭൂമിയും, അങ്ങനെ ഭൂമിക്ക് പരിധി നിശ്ചയിച്ചു. ആ പരിധിയിൽ അധികരിച്ചു വരുന്ന ഭൂമിയെല്ലാം മിച്ചഭൂമിയായി കണക്കാക്കി കേരളത്തിലെ KSKTU നേതാവ് ഉമ്മൻകണ്ണ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വില്ലേജ് കമ്മിറ്റി സെക്രട്ടറി രാജാമണി സ്വാഗതം പറഞ്ഞു. നിരവധി കർഷക തൊഴിലാളികളും നേതാക്കളും പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. മടത്തറ നെടുമങ്ങാട് പാതയിൽ യാത്ര ദുഷ്കരമാകുന്നു. ഗട്ടറുകളും വലിയ കുഴികളും റോഡിൽ രൂപപ്പെട്ടത് യാത്രക്കാരെ വലയ്ക്കുന്നു. നിർദ്ദിഷ്ട മലയോര ഹൈവേയുടെ ഭാഗമായ മടത്തറ നെടുമങ്ങാട് റോഡാണ് ഗട്ടറുകൾ നിറഞ്ഞ് യാത്രക്കാർക്ക് ദുരിതയാത്ര സമ്മാനിക്കുന്നത്. ആഴത്തിലുള്ള കുണ്ടും കുഴികളും നിറഞ്ഞ പാത ഏതാനും നാളുകൾക്ക് മുൻപാണ് ടാർ ചെയ്തത്. എന്നാൽ ടാർ ചെയ്ത് കുറച്ചു നാളുകൾ മാത്രം പിന്നിടുമ്പോഴേക്കും മടത്തറ നെടുമങ്ങാട് പാത വീണ്ടും പഴയ പടിയായി. റോഡിലെ വലിയ ഗർത്തങ്ങളിൽ വീണ് വാഹനയാത്രികരുടെ നടുവൊടിയുന്ന അവസ്ഥയുമുണ്ട്. ഇരുചക്ര വാഹനങ്ങൾ വലിയ കുഴികളിൽ വീണ് അപകടങ്ങൾ ഉണ്ടാകുന്നതും ഇവിടെ നിത്യസംഭവമായി കഴിഞ്ഞു. ദക്ഷിണ കേരളത്തിലെ പ്രശസ്ത ടൂറിസം സെൻ്ററായ പൊന്മുടിയിലേക്കുള്ള പ്രധാന പാത കൂടിയാണിത്. മടത്തറയിൽ നിന്നും നെടുമങ്ങാട്, പാലോട്, പൊന്മുടി, തിരുവനന്തപുരം ഭാഗങ്ങളിലേക്ക് വളരെ വേഗം എത്തിച്ചേരുന്ന പാതയെ അധികൃതർ അവഗണിക്കുകയാണ്. പാതയുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന ആവശ്യവുമായി നിരവധി സമരങ്ങളും ഇവിടെ നടന്നിട്ടുണ്ട്. തകർന്നു തരിപ്പണമായ റോഡിൻ്റെ ശാപമോക്ഷം കാത്തിരിക്കുകയാണ് പ്രദേശവാസികൾ. ന്യൂസ് ബ്യൂറോ, കടക്കൽ. കുളത്തൂപ്പുഴ ചിതറപ്പാതയിൽ ശിവൻമുക്കിന് സമീപം പൈപ്പ് പൊട്ടൽ വ്യാപകമാകുന്നു. വാട്ടർ അതോറിറ്റി അധികൃതർ തിരിഞ്ഞു നോക്കാറില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. കുളത്തൂപ്പുഴ ചിതറപ്പാതയിൽ മടത്തറ ശിവൻമുക്കിന് സമീപത്തായാണ് പൈപ്പ് പൊട്ടി ജലം പാഴാകുന്നത്. വർഷങ്ങളായി ഇവിടെ പൈപ്പ് പൊട്ടൽ നിത്യസംഭവമാണെന്നും പൈപ്പ് പൊട്ടി കുടിവെള്ളം വ്യാപകമായി നഷ്ടപ്പെടുന്നത് തടയാൻ അധികൃതർ നടപടി സ്വീകരിക്കാറില്ലെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. എത്ര പരാതി പറഞ്ഞാലും ആരൊക്കെ വന്നാലും ഇതൊന്നും ചെയ്യാൻ പറ്റില്ല, ചെയ്തിട്ടും ഇങ്ങോട്ട് താഴെ ഇറക്കി മുകളിലിറക്കി ഇറക്കും. മൊത്തവും കട്ടതും കുഴിയും തന്നെ. ഇവരിത് നന്നാക്കി ഇട്ടാൽ ഇത് ശരിയാക്കി വെച്ചാൽ റോഡ് നന്നായിരിക്കും. അതല്ലെങ്കിൽ നന്നാവുകയില്ല, നന്നാക്കി വെച്ച് ശരിയാവുകയില്ല. പൈപ്പ് പൊട്ടി നദിക്ക് സമാനമായ നിലയിലാണ് ഇവിടെ ജലം പാഴാകുന്നത്. കുടിവെള്ളം പാഴാകുന്നത് മാത്രമല്ല ശിവൻമുക്കുകാരുടെ പ്രശ്നം. പൈപ്പ് മുട്ടി വെള്ളം കുത്തിയൊഴുകി സമീപത്തെ റോഡിലെ വലിയ കുഴികൾ രൂപപ്പെട്ടു. കുളത്തൂപ്പുഴ ചിതറ റോഡിൽ പലയിടത്തും വെള്ളം സ്ഥിരമായി ഒഴുകുന്നത് മൂലം ടാറിംഗ് ഇളകിയ നിലയിലുമാണ്. കുടിവെള്ളക്ഷാമം രൂക്ഷമായ മേഖലയിലാണ് വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള വിതരണ പൈപ്പ് ലൈൻ പൊട്ടി വൻതോതിൽ ശുദ്ധജലം പാഴാകുന്നത്. പൈപ്പ് പൊട്ടലിന് ശാശ്വത പരിഹാരം കാണാൻ അധികൃതർ നടപടി സ്വീകരിക്കുമെന്ന പ്രതീക്ഷ ജനങ്ങളിൽ അസ്തമിച്ചിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ. ഏറെ ടൂറിസം സാധ്യതയുള്ള കടക്കൽ തുമ്പോട് വാർഡിലെ മാറ്റിടാംപാറയെ തേടി നിരവധി ആളുകളാണ് എത്തുന്നത്. അധികൃതർ പക്ഷേ മാറ്റിടാംപാറയെ അവഗണിക്കുകയാണ്. കടക്കൽ ടൗണിൽ നിന്നും അധികം ദൂരെയല്ലാതെ തുമ്പോട് വാർഡിലാണ് മാറ്റിടാംപാറ സ്ഥിതി ചെയ്യുന്നത്. അതിമനോഹരമായ മാറ്റിടാംപാറയ്ക്ക് വലിയ ടൂറിസം സാധ്യതകളാണുള്ളത്. നിരവധി പാറക്കൂട്ടങ്ങളുള്ള മാറ്റിടാംപാറയിൽ നിന്നുള്ള കാഴ്ച ഏവരെയും വിസ്മയിപ്പിക്കുന്നതാണ്. പക്ഷേ ഇവിടെ എത്താൻ യാത്രാമാർഗങ്ങൾ വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞതാണ്. ഗതാഗത മാർഗങ്ങൾ തീരെ ഇല്ലെന്ന് തന്നെ പറയാം. മാറ്റിടാംപാറയുടെ മുകൾ ഭാഗത്തെത്തുക ഏറെ സാഹസികത നിറഞ്ഞതാണ്. സമുദ്രനിരപ്പിൽ നിന്നും വലിയ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇവിടുത്തെ പാറക്കൂട്ടങ്ങളുടെയും പ്രകൃതി ഭംഗി കവിഞ്ഞൊഴുകുന്ന പ്രദേശത്തെയും ടൂറിസം സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ ഉത്തരവാദിത്തപ്പെട്ടവർ ഇതുവരെ തയ്യാറായിട്ടില്ല. ഇവിടെ റവന്യൂ ഭൂമി കയ്യേറ്റം വ്യാപകമാണെന്ന ആരോപണവുമുണ്ട്. കടക്കൽ ടൗണിൽ നിന്നും ഏറെ ദൂരെയല്ലാത്ത തുമ്പോട് വാർഡിലെ മാറ്റിടാംപാറയുടെ ടൂറിസം സാധ്യതകൾ പ്രയോജനപ്പെടുത്തിയാൽ ജില്ലയുടെ ടൂറിസം ഭൂപടത്തിൽ പ്രധാന സ്ഥാനങ്ങളിലെത്താൻ മാറ്റിടാംപാറയ്ക്ക് കഴിയും. ന്യൂസ് ബ്യൂറോ, കടക്കൽ.
ADV ന്യൂസിൽ ഇനിയൊരു ഇടവേള. ശതമാനം 916 ഹോൾമാർക്ക് പ്യൂരിറ്റിയോടെ മണ്ണളി ജ്വല്ലേഴ്സ്. വാർത്തകൾ തുടരുന്നു. കിഴക്കൻ മേഖലയുടെ മുഖമുദ്രയായ ഏക്കറുകൾ പരന്നുകിടക്കുന്ന ഓയിൽ പാം കോർപ്പറേഷന്റെ എണ്ണപ്പനത്തോട്ടത്തെക്കുറിച്ച് ADV ന്യൂസ് തയ്യാറാക്കിയ സ്പെഷ്യൽ റിപ്പോർട്ടിലേക്ക്. ജില്ലയുടെ കിഴക്കൻ മേഖലയുടെ സാമ്പത്തിക സാമൂഹ്യ പുരോഗതിക്ക് ഏറെ പങ്കുവഹിച്ചത് കേന്ദ്ര സർക്കാരിന്റെ ഓയിൽ പാം കോർപ്പറേഷന്റെ കീഴിലുള്ള എണ്ണപ്പനത്തോട്ടമാണ്. നൂറുകണക്കിന് പേരാണ് എണ്ണപ്പനത്തോട്ടത്തിൽ ജോലി ചെയ്യുന്നത്. കിലോമീറ്ററുകളോളം ദൈർഘ്യമുള്ള എണ്ണപ്പനത്തോട്ടത്തിൽ നിന്നും ലക്ഷങ്ങളാണ് സർക്കാരിന് ലാഭമുണ്ടാകുന്നത്. സോപ്പ് നിർമ്മാണത്തിനടക്കം ആവശ്യമായ എണ്ണ ഈ എണ്ണപ്പനകളുടെ കായിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്നു. വളരെ വലുതായ എണ്ണപ്പനകളിൽ നിന്നും കായ്കൾ ശേഖരിക്കാനുള്ള സംവിധാനം ഓയിൽ പാമിനില്ല. ഇതിനാൽ വലിയ എണ്ണപ്പനകൾ മുറിച്ചു മാറ്റി പകരം തൈകൾ വെച്ചുപിടിക്കുകയാണ് നിലവിൽ ചെയ്യുന്നത്. ഒട്ടേറെ കന്നുകാലികളാണ് എണ്ണപ്പനത്തോട്ടത്തിൽ മേഞ്ഞു നടക്കുന്നത്. കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന തോട്ടത്തിൽ കുട്ടികൾ ഒഴിവു സമയങ്ങളിൽ വിവിധ കായിക വിനോദങ്ങളിലും ഏർപ്പെടുന്നു. ഓയിൽ പാം കോർപ്പറേഷന്റെ ഹെഡ് ഓഫീസ് നിലവിൽ കോട്ടയത്താണ് പ്രവർത്തിക്കുന്നത്. ഈ ഓഫീസ് അഞ്ചലിലേക്ക് കൊണ്ടുവരണമെന്ന ആവശ്യം ശക്തമാണ്. ഓയിൽ പാം കോർപ്പറേഷന് ഏറ്റവും കൂടുതൽ തോട്ടങ്ങളുള്ളത് അഞ്ചൽ മേഖലയിലുമാണ്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ജില്ലയിൽ വാഹനാപകടങ്ങൾ വർദ്ധിക്കുന്നു. മരണനിരക്കും കുത്തനെ ഉയരുന്നതായി കണക്കുകൾ വ്യക്തമാക്കുന്നു. ഇന്ത്യയിൽ ഓരോ മിനിറ്റിലും വാഹനാപകടങ്ങളിൽ ഒരാളെങ്കിലും മരിക്കുന്നു എന്നാണ് കണക്കുകൾ. കൊല്ലം ജില്ലയിൽ ഓരോ മാസവും ശരാശരി 40 മുതൽ 45 പേർക്കാണ് വാഹനാപകടങ്ങളിൽ ജീവൻ നഷ്ടപ്പെടുന്നത്. ഇക്കൊല്ലം ജൂൺ മാസം വരെ 120 പേർക്കാണ് കൊല്ലം സിറ്റി പോലീസ് പരിധിയിൽ മാത്രം ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇങ്ങനെ പോയാൽ ഇക്കൊല്ലം മരണസംഖ്യ ഇനിയും ഉയരും. കേരളത്തിൽ വാഹനാപകടങ്ങളിൽ മരിക്കുന്നവരുടെയും അംഗവൈകല്യം സംഭവിക്കുന്നവരുടെയും എണ്ണം ക്രമാതീതമായി ഉയരുന്നതായാണ് കണക്കുകൾ. ഈ സാഹചര്യത്തിൽ ട്രാഫിക് ബോധവൽക്കരണങ്ങൾ ശക്തമാക്കാനും വാഹന പരിശോധനകൾ കർശനമാക്കാനുമാണ് മോട്ടോർ വാഹന വകുപ്പ് ലക്ഷ്യമിടുന്നത്. ലൈസൻസ് ഇല്ലാതെ ഇരുചക്ര വാഹനങ്ങളിൽ ചീറിപ്പായുന്ന സ്കൂൾ വിദ്യാർത്ഥികളെ പിടികൂടാനായി മോട്ടോർ വാഹന വകുപ്പ് രംഗത്തെത്തിക്കഴിഞ്ഞു. ലോകത്ത് 12 ലക്ഷം പേർ ഓരോ കൊല്ലവും റോഡപകടങ്ങളിൽ മരിക്കുന്നു. ഇന്ത്യയിൽ ഇത് 80,000 മരണപ്പെടുന്നതിൽ ഏറെയും ചെറുപ്പക്കാരുമാണ്. ന്യൂസ് ഡെസ്ക്, ADV ന്യൂസ്. കൊല്ലത്തിന്റെ മുഖമുദ്രയായ ക്ലോക്ക് ടവറിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. തകർച്ചയുടെ വക്കിലായ ക്ലോക്ക് ടവറിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. 16,50,000 രൂപ ചിലവഴിച്ചാണ് ക്ലോക്ക് ടവർ മോടി പിടിപ്പിക്കുന്നത്. 1 മാസത്തിനകം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാനാണ് നഗരസഭ ലക്ഷ്യം വെക്കുന്നത്. പുതുക്കി പണിഞ്ഞു കഴിഞ്ഞാൽ ഓരോ മണിക്കൂർ കഴിയുമ്പോഴും ടവറിൽ നിന്ന് മണിയൊച്ച മുഴങ്ങും. ക്ലോക്ക് ടവറിലെ പ്ലാസ്റ്ററിംഗ് ജോലികളാണ് പുരോഗമിക്കുന്നത്. കൊല്ലം മേൽപ്പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനം ക്ലോക്ക് ടവറിന്റെ പല ഭാഗങ്ങളും അടർന്നു വീഴാൻ കാരണമായിരുന്നു. കൊല്ലത്തിന്റെ മുഖമുദ്രയായ ചിന്നക്കടയിൽ സ്ഥിതി ചെയ്യുന്ന ക്ലോക്ക് ടവറിന്റെ ദയനീയാവസ്ഥ പരിഹരിക്കണമെന്ന ആവശ്യവുമായി ചില സംഘടനകളും രംഗത്തെത്തിയിരുന്നു. ക്ലോക്ക് ടവറിന്റെ സംരക്ഷണത്തിനായി സോഷ്യൽ മീഡിയ നെറ്റ്വർക്കുകളിലും വലിയ ക്യാമ്പയിനാണ് നടന്നത്. കൊല്ലത്തിന്റെ അഭിമാന സ്തംഭമായ ക്ലോക്ക് ടവറിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ കൃത്യസമയത്ത് പൂർത്തീകരിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് കൊല്ലം നിവാസികൾ. ന്യൂസ് ഡെസ്ക്, ADV ന്യൂസ്. ഔഷധ സമൃദ്ധവും പോഷക സമ്പുഷ്ടവുമായ മാതളത്തിന്റെ വിശേഷങ്ങളിലേക്ക്. പുരാതന ഭാരതത്തിലെ ആയുർവേദാചാര്യന്മാർ ഹൃദയത്തെ ഉത്തേജിപ്പിക്കുന്ന ഫലമായാണ് മാതളത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. പോഷക സമ്പുഷ്ടവും ഔഷധപ്രധാനവുമായ മാതളം ഹൃദയ സംബന്ധമായ വേദനകൾ മാറാനും രക്തധമനികളിൽ കൊളസ്ട്രോൾ അടിയുന്ന അവസ്ഥ കുറയ്ക്കാനും ദഹനക്കേടും വയറുപെരുക്കവും ഛർദി, നെഞ്ചിരിച്ചിൽ, വയറുവേദന എന്നിവ മാറാനും ഉത്തമമാണ്. ഫലങ്ങളുടെ കൂട്ടത്തിൽ പെട്ടെന്ന് ദഹിക്കുന്ന ഒന്നാണ് മാതളം. ഇതുമൂലം വിശപ്പ് കൂടുകയും ദഹനക്കേടും രുചിയില്ലായ്മ മാറുകയും ചെയ്യുന്നു. അതിസാരത്തിനും വയറുകടിക്കും മാതളം നല്ല ഔഷധമാണ്. ഈ അവസ്ഥകളിലൊക്കെ മാതളച്ചാർ കുടിച്ചാൽ ശരീരക്ഷീണം കുറയുകയും രക്തത്തിൽ കൗണ്ട് വർദ്ധിക്കുകയും ചെയ്യുന്നു. മാതളത്തിൻ്റെ തണ്ടിൻ്റെയും വേരിൻ്റെയും തൊലി ഔഷധമായി ഉപയോഗിക്കുന്നു. പ്യൂണിസിൻ എന്ന ആൽക്കലോയിഡിൻ്റെ സാന്നിധ്യമാണ് ഇതിന് നിദാനം. മാതളത്തിൻ്റെ കുരുനില ഉണക്കി പൊടിച്ച് കഴിക്കുന്നത് ഉരുളൻ വിരകളെ നശിപ്പിക്കുന്നതിന് സഹായിക്കും. മാതളപ്പഴം കഴിക്കുന്നതിലൂടെ ഗർഭിണികളിലെ ഛർദിലും വിളർച്ചയും ഒരു പരിധിവരെ നിയന്ത്രിക്കാവുന്നതാണ്.
മാതളത്തിൻ്റെ കുരു പാലിലരച്ച് കുഴമ്പാക്കി സേവിക്കുന്നത് കിഡ്നിയിലെയും മൂത്രാശയത്തിലും ഉണ്ടാകുന്ന കല്ലുകളെ ലയിപ്പിച്ച് കളയാൻ സഹായിക്കും. മാതളത്തിലുള്ള നിരോക്സീകാരികൾ കോശങ്ങളുടെ നശീകരണം തടയുകയും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യാൻ കഴിവുണ്ട്. ന്യൂസ് ഡെസ്ക് ADV ന്യൂസ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സാമൂഹ്യ വിരുദ്ധർക്കും മാലിന്യ നിക്ഷേപകർക്കുമായി ഒരു ബസ് സ്റ്റാൻഡ്. മടത്തറ ബസ് സ്റ്റാൻഡാണ് അധികൃതരുടെ അനാസ്ഥ മൂലം നശിക്കുന്നത്. തിരക്കേറിയ കടക്കൽ നിലമേൽ പാതയിൽ സൂചനാ ബോർഡുകളില്ല. സൂചനാ ബോർഡുകളില്ലാത്തത് സഞ്ചാരികളെ. ഏരൂർ ഗ്രാമപഞ്ചായത്ത് കരിമ്പിൻകോണം 13-ാം വാർഡ് ഗ്രാമസഭ സംഘടിപ്പിച്ചു. വികസന പ്രവർത്തനങ്ങളിൽ പോരായ്മയുണ്ടെന്നാരോപിച്ച് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്ത്. മടത്തറ നെടുമങ്ങാട് പാതയിൽ യാത്ര ദുഷ്കരമാകുന്നു. ഗട്ടറുകളും വലിയ കുഴികളും റോഡിൽ രൂപപ്പെട്ടതിനെ തുടർന്ന് യാത്രക്കാർ ദുരിതത്തിൽ. കുളത്തൂപ്പുഴ ചിതറപ്പാതയിൽ ശിവൻമുക്കിന് സമീപം പൈപ്പ് പൊട്ടൽ വ്യാപകമാകുന്നു. വാട്ടർ അതോറിറ്റി അധികൃതർ തിരിഞ്ഞു നോക്കാറില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. ADV ന്യൂസിൽ വാർത്തകൾ കാണാം രാവിലെ 7:30, ഉച്ചയ്ക്ക് 12:30, വൈകിട്ട് 4:30, രാത്രി 10. ലോകത്തെവിടെ നിന്നും ADV ന്യൂസ് കാണുന്നതിന് ഞങ്ങളുടെ YouTube ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.